ഒരിക്കല് ഒരു രാജാവിന് ഭയങ്കര തലവേദന. അപ്പോൾ പല വൈദ്യന്മാർ വന്ന് പരിശോധിച്ചു, തലവേദനയൊന്നും മാറുന്നില്ല. അയൽ രാജ്യത്ത് നിന്ന് ആളുകൾ വന്നു, ഒരുപാട് ആളുകൾ പല പല പ്രയത്നങ്ങൾ നടത്തിയിട്ടും തലവേദന മാറുന്നില്ല. അവസാനം കൊട്ടാരത്തിൽ ഈ പറഞ്ഞ രാജ്യത്ത് തന്നെ കാട്ടുമുക്കിൽ ഒരാളുണ്ട്, ഒരു സിദ്ധൻ യോഗി. ഇദ്ദേഹത്തിനെ പോയി കണ്ടു മന്ത്രി. പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ രാജാവിന് രാജ്യകാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, തലവേദന കാരണം. അപ്പൊ ഈ അദ്ദേഹം ഒന്ന് ധ്യാനനിരതനായിട്ട് രാജാവിന്റെ തലവേദനയുടെ കാരണം കണ്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ രാജാവ് എന്റെ കാഴ്ചയിൽ കുറച്ച് പ്രശ്നമുണ്ട്, ഞാൻ എന്തായാലും ഒരു പ്രതിവിധി നിങ്ങൾക്ക് തരാം. അതായത് ഈ രാജാവ് കാണുന്നതൊക്കെ പച്ചയായിട്ട് കാണട്ടെ. അപ്പൊ മന്ത്രി എന്തായാലും എന്താ പറയാ, അതിനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ രാജാവിന്റെ മുറി പച്ച പെയിന്റ് അടിച്ചു, മൊത്തത്തിൽ പച്ച പെയിന്റ് അടിച്ച് പച്ച കർട്ടനൊക്കെ തയ്യാറാക്കി രാജാവിനെ ആ മുറിയിലേക്ക് പ്രവേശിപ്പിച്ചു. അപ്പൊ രാജാവിന് തലവേദന മൊത്തം മാറി. അപ്പൊ മന്ത്രിക്ക് സന്തോഷമായി, ആവും ഇത് മരുന്ന് ഫലിച്ചു. പിന്നെ ഉടനെ മന്ത്രി ഓർഡർ ഇട്ടു, കൊട്ടാരം മുഴുവൻ പച്ചയായി, പൂക്കളൊന്നുമില്ല, എല്ലാം പച്ച ഇലകൾ മാത്രം, പച്ച പരവതാനിയൊക്കെ വിരിച്ച് രാജാവ് മൊത്തം പച്ചമയം. രാജാവിന് തലവേദന മാറി. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പരിപാടിക്ക് പോവുകയാണെങ്കിൽ പച്ചക്കുപ്പായക്കാർ, പിന്നെ എല്ലാം പച്ചയാണ്, മൊത്തം പച്ച. കുറെ കഴിഞ്ഞപ്പോൾ മന്ത്രിക്ക് തലവേദന. മന്ത്രിയുടെ തലവേദന എന്താന്ന് പറഞ്ഞാൽ, ഖജനാവിൽ കാശ് ഈ പച്ചയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇനി ഒരു 4-5 ലിറ്റർ പെയിന്റ് വാങ്ങാനും കൂടെ ഉള്ള കാശ് കിട്ടും. അപ്പോ മന്ത്രി വീണ്ടും ഓടി ഈ യോഗി വര്യന്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞു, മഹാത്മൻ, കാര്യങ്ങളൊക്കെ അങ്ങ് നിർദ്ദേശിച്ചതൊക്കെ ഫലവത്താണ്, പക്ഷെ ഇപ്പം എന്നെ അലട്ടുന്നത് ഇതിങ്ങനെ പോയാൽ എത്ര കാലം പോകും? അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ കാര്യം? അപ്പൊ ഇദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഓഹോ അങ്ങനെയാണ് കാര്യം, ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം. അങ്ങനെ ഈ യോഗി രാജാവിനെ കാണാൻ വേണ്ടി ചെല്ലുക. അപ്പൊ അതുവരെ തലവേദനയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന രാജാവിന് ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ തലവേദന തുടങ്ങി. കാരണം അദ്ദേഹത്തിന്റെ വസ്ത്രം ഇതുപോലെയുള്ളതായി, ചുവപ്പായി. അപ്പൊ ഉടനെ ആരോ കൊണ്ടുപോയിട്ട് ഒരു പച്ച കോട്ട് അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം അതിനെ കൈകൊണ്ട് മാറ്റിയപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ യോഗസിദ്ധിയും മറ്റും അറിയുന്ന മന്ത്രി അതിനൊന്നും പിന്നെ മന്ത്രിമാരെ മറ്റുള്ളവരെ അനുവദിക്കാതെ അദ്ദേഹം നേരെ രാജാവിന്റെ അടുത്തേക്ക് നടന്നു. രാജാവ് അവിടെ സിംഹാസനത്തിൽ ഇരിക്കുക. രാജാവ് ഇദ്ദേഹത്തിന് ഒരു നോട്ടം നോക്കിയപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് തലവേദനിക്കാൻ തുടങ്ങി. പറഞ്ഞു, അങ്ങ് എന്റെ അടുത്തേക്ക് വരരുത്, ദയവ് ചെയ്ത് എന്റെ അടുത്തേക്ക് വരരുത്, എന്റെ തല വെട്ടിപ്പൊളിക്കുന്നു. അപ്പോഴേക്കും ഇദ്ദേഹം രാജാവിന്റെ അടുത്ത് എത്തിയിട്ട് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കണ്ണാടി എടുത്ത് രാജാവിന് ഇട്ടു. നമ്മുടെ ഈ ഉത്സവ പറമ്പിലൊക്കെ കാണില്ലേ, പച്ചയും ചുവപ്പും ഒക്കെ ഉള്ള കണ്ണാടി. അതൊരു പച്ച ഗ്ലാസ്സുള്ള ഒരു കണ്ണാടിയാണ്. പച്ച അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതൊക്കെ പച്ചയാണ്. അപ്പൊ ഈ പച്ച കണ്ണാടി വെച്ചപ്പോ ഈ ഇദ്ദേഹത്തിനെ നോക്കി, ഈ യോഗിയെ നോക്കിയപ്പോ കുഴപ്പമില്ല. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, ഇതിനെ മൊത്തം പച്ചയാക്കേണ്ട കാര്യമില്ലായിരുന്നു, നിങ്ങളൊരു പച്ച കണ്ണാടി വെച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ നമ്മളിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. നമ്മൾ നമ്മുടെ മരുമകളെ മാറ്റാനോ ഭർത്താവിനെ മാറ്റാനോ ഭാര്യയെ മാറ്റാനോ അയൽക്കാരനെ മാറ്റാനോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ പെയിന്റ് അടിക്കുന്നത് പോലെയാണ്. ഇവരെ അങ്ങോട്ട് ഇതാക്കിയിട്ട് ശരിയാക്കാം, എന്നാൽ നമ്മുടെ കാഴ്ചക്ക് സുഖമാണ്. അല്ലെങ്കിൽ എൻ്റെ എനിക്ക് അസ്വസ്ഥതകൾ സമ്മാനിക്കുന്നത് ചുറ്റുപാടാണ്. അർജുനന്റെ പ്രശ്നം ഇതായിരുന്നു. അർജുനൻ ചോദിച്ചത് കൃഷ്ണനോട് ഇതാണ്. അർജുനന്റെ പ്രശ്നം എന്ന് പറയുന്നത് തന്നെ ഇതാണെന്നും പറഞ്ഞുകൊണ്ടാണ് ശങ്കര ഭഗവത്പാദര് ഭഗവത്ഗീത ആരംഭിക്കുന്നത് തന്നെ. അയമേഷാം അഹമേതേ ഇതി ഭ്രാന്തിപ്രത്യയ നിമിത്ത ഹേതുഹു. ഞാൻ അവരുടേത്, അവർ എന്റേത്. ഇങ്ങനെ ഞാൻ അവരുടെ ആളുകളാണ്, അവരെന്റെ ആളുകളാണ് എന്ന് ഉണ്ടായിട്ടുള്ള ഭ്രാന്തിജന്യമായ ഭ്രാന്താണ്
ഭഗവത്പാദരുടെ ഭാഷയിൽ അർജുനന് ഭ്രാന്തായിരുന്നു. എന്താ അർജുനന്റെ ഭ്രാന്ത്? ഞാൻ അവരുടെ ആളുകളാണ്, അല്ലെങ്കിൽ കൗരവന്മാര് പാണ്ഡവന്മാരുടെ ആളാണ് ഞാൻ, എന്റെ ആളുകളാണ് പാണ്ഡവന്മാർ എന്റേതാണ്. ഇതന്നെയാണ് നമ്മുടെയും പ്രശ്നം. അഹമേഷാം മമ ഏതേ ഇത് ഈ ഭ്രാന്തി പ്രത്യ നിമിത്ത ഹേതു. ഭഗവത്ഗീത ഭഗവത്പാദരുടെ ഭാഷ്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് അർജുനം നിമിത്തീകൃത്യ ലോകസംഗ്രഹാർത്ഥം ശ്രീ വാസുദേവനാഹ. അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ വാസുദേവൻ പറഞ്ഞു. അപ്പൊ അർജുനൻ ആരാണ്? നിമിത്തമാണ്. അപ്പൊ അർജുനനെ നിമിത്തമാക്കി ഭഗവാൻ ഗീത പറയുമ്പം നമ്മുടെ പ്രശ്നം എന്താണ്? അർജുനൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രശ്നം തന്നെയാണ് നമ്മുടെ പ്രശ്നം.